വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരാണെങ്കിൽ ഈ ചവറൊക്കെ എങ്ങോട്ട് കത്തിക്ക് തീപ്പെട്ടി എടുത്തുകൊണ്ട് വാ ഭാമയെ വിളിക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ ഓർമ്മക്കുറവ് കുഴപ്പമുണ്ടാക്കുമല്ലോ. ഇപ്പം രോഹിത്താണെങ്കിൽ ഇവിടെ ഇല്ല, വന്ന് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ കത്തിച്ചോളാം അച്ഛ എന്ന് പറയുമ്പം അതെ കത്തിക്കണം, വീട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭാമ എവിടെ പോയി എന്ന് പറഞ്ഞ് വീണ്ടും സത്യഭാമയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അകത്ത് എങ്ങനെയാണോ എന്തോ എന്നും പറഞ്ഞിട്ട് രാഘവൻ നായർ അകത്തേക്ക് കയറുകയാണ്. അന്നേരം സ്റ്റെപ്പ് കയറുമ്പോൾ ശ്യാമ പിടിക്കുന്നുണ്ട്. അന്നേരം പിടിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ട് രാഘവൻ നായർ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടല്ലോ, ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഒന്ന് നോക്കി കാണുകയാണ്. എന്നിട്ട് അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ് ഞാനിങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു ചായ പതിവുള്ളതാണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ മറന്നു വെച്ച് എടുത്തുകൊണ്ട് വരാമെന്ന് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് അത് അറിയാമല്ലോ, അവളിത് എവിടെ പോയി എന്നെ നോക്കാതെ ഇവളെ ഈ നാട് നന്നാക്കാനുള്ള ഇറങ്ങി ഇന്നത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും രാഘവൻ നായർ ചുറ്റും വീടൊക്കെ നോക്കുകയാണ്. എന്നിട്ട് ആ രവി വിളിച്ചൊന്ന് പെയിൻറ്റ് ചെയ്യിപ്പിക്കണം, വീട് തെളിഞ്ഞാലേ അകത്ത് താമസിക്കുന്നവർ തെളിയൂ, താമസിക്കുന്നവർ തെളിഞ്ഞാലേ എല്ലാത്തിനും ഗുണം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല നീ ഇതുവരെ ചായ എടുത്തില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സത്യാമ്മ അറിയാതെയാണ് അച്ഛനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം മറ്റാരും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അച്ഛനെ അധിക നേരം ഇങ്ങനെ ഇവിടെ നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ എന്ന് ശ്യാമ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ഈ രാഘവൻ നായരുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ നോക്കി വിഷമിക്കുന്നുണ്ട്. അന്നേരം നീ എന്ത് കാഴ്ച കൊണ്ടുകൊണ്ട് നിൽക്കുകയെന്ന് ചോദിക്കുമ്പോൾ പോകുന്ന അച്ഛാന്നും പറഞ്ഞിട്ട് ശ്യാമ അടുക്കളയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം രാഘവൻ നായർ വീണ്ടും എഴുന്നേറ്റിട്ട് അല്ല അതിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് തോന്നിയതാണോ ആയിരിക്കും, കുഴപ്പമൊന്നും കാണില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ചുറ്റുമൊക്കെ നോക്കി നടക്കുകയാണ് രാഘവൻ നായർ. ഇതേസമയം ശാലിനിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലെ ഓഫീസിൽ നിന്ന് നേരത്തെ എത്തുന്നുണ്ട്. ആകെ ക്ഷീണിച്ചാണ് ശാലിനി വരുന്നത്. അന്നേരം എന്താ നേരത്തെയും ചോദിക്കുമ്പോൾ കുറച്ചധികം ഫയൽ നോക്കാനുണ്ട്, അവിടെ ഇരുന്നാൽ ശരിയായില്ല, എഴുതാനുണ്ട്, അതാണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട്. പിന്നെ ഞാനിന്ന് ഒരാളിനെ കണ്ടു എന്ന് പറയുകയാണ്. അന്നേരം ആരെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ശത്രു രാജേശ്വരിയുടെ മകനെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അനൂപിനെയോ എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് അവൻ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. അവൻ എന്തോ ഒരു കാര്യത്തിനായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്, ആളാകെ മാറിപ്പോയി, പിന്നെ ആ പഴയ കുട്ടിത്വമൊക്കെ ഇങ്ങ് പോയി, അതാണ് പറയുന്ന രീതി, പിന്നെ ആ പക്വത വന്ന പോലെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാരദാമ്മ പറയുന്നുണ്ട് അമ്മ വേറെ ആണെങ്കിലും പിന്നെ നിങ്ങളുടെയൊക്കെ ഇനമല്ലേ, അതിൻ്റെ ഇത് അവൻ കാണിക്കാതിരിക്കുമെന്ന് പറയുക. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛൻ എങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ചതിയിൽ ചെന്ന് വെട്ടു എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ഉത്തരം എല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ പക്ഷേ അവൻ്റെ വരവിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്, എന്തൊക്കെയോ ഒരു വശപ്പിശക് പോലെ, എന്തായാലും പറയട്ടെ എന്നിങ്ങനെ ശാലിനി പറഞ്ഞുകൊണ്ട് അവർ തങ്ങളിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ഫോൺ ചെയ്യുന്നുണ്ട് ശാരദാമ്മയുടെ ഫോണിലേക്ക്. അന്നേരം പിന്നെ ശ്യാമയാണല്ലോ, ഇനി അടുത്ത എന്ത് പ്രശ്നമാണോ എന്തോ, അവൾ വിളിച്ചാലേ ഓരോ പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് ശാരദാമ്മ വിഷമിക്കുമ്പോൾ അമ്മ എന്തായാലും ഫോൺ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അടുക്കള വശത്തേക്ക് മാറുന്ന കണ്ടിൻ്റെ സൈഡിലേക്ക് വന്നതെന്നാണ് ശ്യാമ ഫോൺ ചെയ്യുന്നത്. അന്നേരം അമ്മേ പിന്നെ ഞാൻ നേരത്തെ വിളിച്ചോ പറഞ്ഞില്ലേ അച്ഛൻ വന്നിരുന്നു എന്ന്, ഇവിടെ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നിരുന്നു എന്ന്, അപ്പം എന്ന് പറഞ്ഞ് ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ വന്നിട്ട് എന്തൊക്കെ ഓർമ്മക്കുറവ് എന്ന പോലെയാണ് സംസാരിക്കുന്നത്, ഇവിടെ വന്ന് സത്യാമ്മയെ തിരക്കുന്നു, ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ പറയുന്നു, മുന്നേ ഇവിടെ താമസിച്ചിരുന്ന പോലെയാണ്, എപ്പോഴും താമസിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നതും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്, എനിക്ക് വല്ലാത്ത പേടിയാവുന്നു, രോഹിത്തും ഇവിടെ ഇല്ല, സുസ്മിതയും ഉപേന്ദ്രനും ഒക്കെ വന്നാൽ ആകെ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ് ശാലിനി ഇവിടെ ഉണ്ട്, ഞാൻ അവളേൽ കൊടുക്കാം, നീ കാര്യങ്ങൾ അവളോട് പറയൂ എന്നുള്ളത്. തുടർന്ന് ശ്യാമ ഫോൺ ശാലിനി വാങ്ങുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഈ ശാരദാമ്മയോട് പറഞ്ഞൊക്കെ സംസാരിക്കുകയാണ്, പരസ്പരം ബന്ധമില്ലാതെ ഓർമ്മക്കുറവെന്ന പോലെ എന്തൊക്കെയോ സംസാരിക്കുന്നു. പിന്നെ സുസ്മിതയും ഉപേന്ദ്രനും ഒക്കെ വന്നാൽ പ്രശ്നമാകും, അധിക സമയം ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ അച്ഛൻ പുറത്തോട്ടെങ്ങും പോകാതെ നോക്ക്, ഞാൻ എന്തായാലും അങ്ങോട്ടത്തേക്ക് വരാം, നീ ടെൻഷൻ ആകണ്ടെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട് പിന്നെ അച്ഛൻ ഈയിടെയായിട്ട് എന്തൊക്കെയോ ഓർമ്മക്കുറവും പരസ്പരവിധമായ സംഭാഷണവും ഒക്കെ ഉണ്ട്, സത്യം അറിയാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആൾക്കാർ എന്തായാലും അവിടെ ഇല്ല, അവരാരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ അവിടെ നിന്ന് ഇറക്കാൻ നോക്കട്ടെ, അത് തന്നെയാണ് ശ്യാമയുടെ പേടിയും എന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അല്ല വിഷ്ണുവിനെ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം അനൂപും നൂർജഹാനും കൂടി ബൈക്ക് നിർത്തിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് സംസാരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ തൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ശാലിനിയും അനൂപുമായിട്ടുള്ള ബന്ധമൊക്കെ പറയുന്നുണ്ട്. ആദ്യ ഭാര്യയാണ് ശാലിനി ചേച്ചിയുടെ അമ്മ ശാരദാമ്മ, എൻ്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്, പക്ഷേ എന്നോട് അവർക്ക് വലിയ സ്നേഹമാണ്, ഞാൻ അവരുടെ പോവുകയും നിൽക്കുകയൊക്കെ ചെയ്യും, ആ സ്നേഹം എന്നോട് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഏത് ആഗ്രഹത്തിനും എതിരൊന്നും നിൽക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ നൂറ് ചോദിക്കുന്നുണ്ട്, വിഷ്ണുട്ടനൊക്കെ പറയുകയാണ്, വിഷ്ണുട്ടനൊക്കെ
ഞാനൊക്കെ വാടകയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ജില്ല ഭരിക്കുന്ന കളക്ടറെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത എന്താഗ്രഹമാണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ അനുവാണെങ്കിൽ തുറന്ന് പറയുന്നില്ല. പക്ഷേ അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് അവർ മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയാണ്, തുറന്ന് പറയുന്നില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം, പക്ഷെ പറയുന്നില്ല എന്നേ ഉള്ളൂ. അന്നേരമാണെങ്കിൽ അതൊക്കെ സമയമാകുമ്പോൾ പറയാമെന്ന് പറയുകയാണ്. തൻ്റെ റിസൾട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അത് ഇനി തുടർന്നുള്ള പഠിത്തവും നടക്കുമെന്ന് തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ കല്യാണം കഴിച്ച് വിട്ടാൽ മതി എന്നാണ്. പിന്നെ ഇത് തന്നെ പിന്നെ വാപ്പച്ചിയുടെ സമ്മതം ചോദിച്ചിട്ടാണ്, പക്ഷെ അതൊന്നും വിശ്വസിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് തടയണം, എന്താ പഠിക്കണമെന്ന് പറയണമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ പഠിത്തം തന്നെ ഇപ്പോൾ കൂടുതലാണ്, ഞങ്ങളെ ബന്ധുക്കളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്, എഴുതാനും വായിക്കാനും പഠിച്ചാൽ എല്ലാം ആയി എന്നാണ് അവർ പറയുന്നത്. ബാപ്പച്ചിക്കാണെങ്കിൽ ബന്ധുക്കളെ പേടിയാണ്, പെങ്ങളും നിർബന്ധിച്ചാൽ കല്യാണം ഉടനെ നടത്തുമെന്ന് പറയുകയാണ്. അന്നേരം താൻ പേടിക്കേണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, ഒന്നുമില്ലെങ്കിലും ജില്ല ഭരിക്കുന്ന കളക്ടറുടെ അനിയനല്ലേ ഞാൻ എന്ന് പറയുകയാണ്. അന്നേരം അത് സാധിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ സാധിച്ചില്ലെങ്കിൽ സുബൈർ വാപ്പച്ചിയുടെ വീട്ടിലേക്ക് എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ജാഥ അങ്ങോട്ട് നടത്തും, അവിടെ ഒരു കോളാമ്പിയൊക്കെ പിടിച്ച് സത്യാഗ്രഹം ഇരിക്കും, നൂർജഹാന് സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നടത്തും എന്നൊക്കെ പറഞ്ഞ് നൂർജഹാൻ്റെ ഒരു വിഷമം മാറ്റാനായിട്ട് ഈ അനൂപ് സംസാരിക്കുന്നുണ്ട്. അന്നേരം തൻ്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും എല്ലാം നടക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ ഈ നൂർജഹാനും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും കുറേ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പിന്നെ ബന്ധുക്കളെല്ലാം പേടിച്ചും അതെല്ലാം ഞാനൊന്ന് അടച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ താൻ വിഷമിക്കേണ്ട, എല്ലാം നടക്കും, തൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം നടക്കും എന്ന് പറഞ്ഞിട്ട് ഈ നൂറിൻ്റെ കൈയാണെങ്കിൽ അനു പിടിക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുകയാണ്. ഇതേസമയം സത്യഭാമയാണെങ്കിൽ രാഘവനാരെ കാണാതായത് വിഷ്ണുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നിട്ട് ഭാമ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പിന്നെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ വിഷ്ണു വരുന്നുണ്ട്. അന്നേരം എന്താ അമ്മ ഇത്, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ദേഷ്യത്തിലാണ്. അന്നേരം ഉമ്മറത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ട് അകത്തേക്ക് പോയതേ ഉള്ളൂ, എണ്ണ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയമായുള്ളൂ, തിരിച്ചു വന്ന് നോക്കിയപ്പോൾ കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് വയ്യ, ഇങ്ങനെ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണെന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ ചാടിക്കടിക്കാൻ നിൽക്കുകയാണ്. അന്നേരം കാറ്റ് കൊള്ളാനായിട്ട് ആ ഉപ്പ് കണ്ടത്താണ് പോയി ഇരിക്കാറുള്ളത്, ഞാൻ അവിടെയും പോയി നോക്കി, അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ്. അന്നേരം ചിലപ്പോൾ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാകും, ഓർമ്മക്കുറവ് കാരണം തിരിച്ചു വരാൻ പറ്റാതെ സ്ഥലം അറിയാതെ നിൽക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ശ്രദ്ധിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഭാമയെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയത്താണ് ശാലിനി ഇങ്ങനെ കാറിൽ അവിടേക്ക് ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ വെച്ച് വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ബെല്ല് കേൾക്കുമ്പോൾ ആരാടാ എന്നിങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നില്ല, ആ ശാലിനി അച്ഛനെ കാണാനില്ല, ഞാനും അമ്മയും വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ അത് പറയാൻ തന്നെയാണ് വിളിച്ചത് വിഷ്ണുട്ട, അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ പഴയ വീട്ടിലോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഭാമയോടും പറയുന്നുണ്ട്, വിഷ്ണു ആണെങ്കിലോ അവിടെ ഉണ്ട്. ഭാമ അത് കേൾക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, അച്ഛൻ എങ്ങനെ അവിടെ എത്തി, എന്നെ ആര് കൊണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ഭാമയും തിരക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന കാര്യം കേട്ട് വിഷ്ണുവേട്ട വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. അച്ഛനാണെങ്കിൽ ആ വീട് ലേലം ചെയ്ത് പോയി എന്നുള്ളത് ഓർമ്മയിലില്ല, പഴയതുപോലെ പെരുമാറുകയാണ്. അവിടെ ചെന്നിട്ട് സത്യാമ്മയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ചവറൊക്കെ കൂട്ടിയിട്ട് തീ എത്തിക്കാനൊക്കെ ശ്രമിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ, ഞാൻ ആകെ മനസ്സ് കൈവിട്ട അവസ്ഥയിലാണ്, എനിക്ക് ആകെ തലപ്രാന്തെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ വിഷമിക്കുകയാണ്. അന്നേരം ടെൻഷൻ ആവണ്ട, ഓർമ്മക്കുറവുണ്ടെന്നല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഞാൻ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്, വിഷ്ണുവേട്ടനെ അങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് അച്ഛനെ തിരികെ കൊണ്ടുവരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു പെട്ടെന്ന് വണ്ടി എടുത്ത് തിരിക്കുന്നുണ്ട്. അന്നേരം അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം, അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് സ്പീഡിന് വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഭാമ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഈ മനുഷ്യൻ്റെ ഇപ്പോൾ അവിടെ പോയതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ മുറ്റത്ത് ആ കരിയിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് നീക്കുന്നുണ്ട്. അന്നേരം ഇത് ആരും പറഞ്ഞാലും കേൾക്കില്ലല്ലോ, എല്ലാ കാര്യത്തിലും എൻ്റെ കണ്ണ് തന്നെ എത്തണമല്ലോ എന്ന് വിളിച്ചിട്ട് ശ്യാമയെ വിളിക്കുകയാണ്. അത് ഈ ചെടിക്കൊക്കെ ഇങ്ങോട്ട് വെള്ളം ഒഴിക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഭാമയെ വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അതാണ് അവൾ ഇങ്ങനെ നടക്കുകയല്ലേ, അമ്പല കമ്മിറ്റി, സമൂഹ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഞാൻ തന്നെ നോക്കണം, പിന്നെ നീ നമ്മട്ട് ഇങ്ങോട്ട് എടുത്ത് ആ മൂവണ്ടം മാവിലെത്തി ചാരവും വളവും ഒക്കെ ഇടണം, അപ്പോൾ അടുത്ത വർഷം അത് പൂക്കും എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്കങ്ങ് ആകെ സങ്കടം വരികയാണ് രാഘവൻ നായരുടെ ഈ പ്രവൃത്തിയും സംസാരവും ഒക്കെ കേട്ടിട്ട്. അന്നേരം പറയുന്നുണ്ട്, അതിന് അച്ഛാ നമ്മളിപ്പോൾ ഇവിടെ അല്ലല്ലോ താമസിക്കുന്നതെന്ന് പറയുകയാണ്. അന്നേരം അത് ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത്, നീ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലെന്നും പറഞ്ഞ് പോകുന്നത്, എന്നാലും നമ്മുടെ വീട് നമ്മുടേതല്ലാതാകുമോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടത്തേക്ക് ഓരോ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. അന്നേരം അച്ഛൻ ഇങ്ങോട്ട് വന്നേ, അത് പിള്ളച്ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ആരെയെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ശ്യാമ നിർബന്ധമായിട്ട് വിളിച്ച് പിന്നെ
പടിയിലേക്ക് കൊണ്ടു ഇരുത്തുന്നുണ്ട്. അന്നേരം ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ്ടേ, നമ്മുടെ വീട് ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ ഇത് അച്ഛ ഇതൊന്നും നമ്മുടേതല്ലല്ലോ, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ എന്നൊക്കെ പറയുമ്പോഴും രാഘവൻ നായർ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല, കാര്യമായിട്ട് എടുക്കുന്നുമില്ല. വീണ്ടും എഴുന്നേറ്റിട്ട് ഓരോന്നങ്ങോട്ട് ചെയ്യാൻ നടക്കാൻ തുടങ്ങുകയാണ്. അന്നേരം ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു കണ്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു കാറ് വരുന്നുണ്ട്. അന്നേരം ഒരു കാറ് വരുന്നുണ്ടല്ലോ, ഭാമയാണോ വരുന്നതെന്നും പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രോഹിത്ത് ഉപേന്ദ്രനും കൂടിയാണ് ഇറങ്ങുന്നത്. അന്നേരം ഇവനോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശ്യാമ ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പപ്പിയും അപ്പോഴും ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം രോഹിത്തിനോട് പറയുകയാണ്, കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഉപേന്ദ്രനാണെങ്കിൽ രാഘവൻ നായരുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല പ്രതികാരം ചെയ്യാൻ വന്നതാണോ അതോ വല്ല സഹായം ചോദിച്ചു വന്നതാണോ എന്ന്. അന്നേരം എൻ്റെ വീട്ടിൽ വരാനായിട്ട് നിൻ്റെ അനുവാദം എന്തിനാ, നീ എന്തിനാ ഇവിടെ വന്നത്, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നെന്ന് പറയുകയാണ്. അന്നേരം തനിക്ക് എന്താടാ ബോധമില്ലേ, ഇതെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് പോയത്, തൻ്റെ ഭരണം എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പടി ഇറക്കി വിട്ടതല്ലേ, പിന്നെ ഞാനൊരു മനസ്സുകൊണ്ടൊരു ഇരിക്കപ്പിണ്ടവും വെച്ചു, ഏട്ടനല്ലേ അനിയൻ്റെ വക ഒരെണ്ണം ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. രാഘവൻ നായർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ചീത്ത പറയുന്നോടാ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ഉപേന്ദ്രൻ്റെ ഷർട്ടിനങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം കിളവ തനിക്കെന്താ ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരെ പിടിച്ചങ്ങോട്ട് ഒരു ഒറ്റ തള്ളു തള്ളുകയാണ്. അന്നേരം അയ്യോ അച്ഛാന്നിങ്ങനെ ശ്യാമ വിളിക്കുന്നുണ്ട്. പപ്പി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാഘവൻ നായർ അങ്ങ് ചെന്ന് വീഴുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് തറയിലേക്ക് ഇടിച്ചങ്ങ് വീഴുകയാണ്. ആ ഇണകിടപ്പിൽ തന്നെ രാഘവൻ നായർ കിടക്കുമ്പോൾ പക്ഷേ രോഹിത് ഇങ്ങനെ ദേഷ്യത്തോടെ ഉപേന്ദ്രനെ നോക്കുകയാണ്. ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനോടകം തന്നെ പിന്നെ രാഘവൻ നായരുടെ സ്റ്റിക്ക് കൊണ്ട് ഉപേന്ദ്രൻ തല്ലാനായിട്ട് പോകുമ്പോൾ ആ സമയത്ത് തന്നെ വിഷ്ണു ശാലിനിയും കൂടി എത്തുന്നുണ്ട്. പിന്നീട് കണക്കിന് ഉപേന്ദ്രൻ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ആ രോഹിത്തിൻ്റെ ഒരു ഭാവമാറ്റം എന്താണെന്ന് എപ്പിസോഡിൽ കാണിക്കുന്നില്ല. എന്താണ് എന്നുള്ളത്, ഇനി ഉപേന്ദ്രനെയാണോ ദേഷ്യത്തോടെ നോക്കിയത് അതോ ഈ ഒരു പ്രവൃത്തി രാഘവൻ നായരെയാണോ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.